ചായ ഉണ്ടാക്കുന്നത് വെച്ചാല് വേറൊന്നുമല്ല, നമ്മളെ പെരിയില് മൊത്തം എല്ലാവർക്കും പനിയാണ് എന്ന് വെച്ചാല്. അപ്പൊ നമുക്ക് ഈ നാല് കുട്ടികളെയും ഓളാണെന്ന് നോക്കിയില്ല. അപ്പൊ ഓളും മൂലക്ക് കിടക്കുമ്പോ പിന്നെ ആരാ നമ്മൾ നോക്കേണ്ടത്? നമ്മളെ പെരിയില് വേറെ ആരുമില്ല, ഞാനും ഈ 4 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഈ ചായ തിളപ്പിക്കുന്നത് ഓള് സൈഡായി, പറ്റ സൈഡായി. അപ്പൊ പിന്നെ ഞാൻ ഒരു പാരസെറ്റമോൾ കുടിച്ചിട്ടാണ് ഞാനിങ്ങനെ ചായക്ക് ഉണ്ടാക്കണ ഒരു വിധത്തിൽ തളച്ചിരുന്നത്. ഈ സംഭവം എന്താ അറിയാം, നമുക്ക് ഈ ആണുങ്ങള് എന്ന് പറഞ്ഞ സാധനം എല്ലാ കാര്യവും ദേഷ്യപ്പെട്ടവരും ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ആണുങ്ങൾ തടയും. ഒരു ഭാര്യമാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ഈ ആണുങ്ങൾ തടയും എന്ന് പറഞ്ഞ കാര്യം ഒന്നിച്ചാട്ടും. സത്യമാണ്. എന്ത് ചോദിച്ചാല് ബർക്കി ഇവിടെ ഉണ്ട്. ബർക്കി എന്താ വെച്ചാല് നമ്മള് ഭാര്യമാരാണല്ലോ, ഭാര്യമാര് എന്ന് പറഞ്ഞ സംഭവങ്ങള് ഓർക്ക് എന്തെങ്കിലും പഞ്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? ഈ ഭർത്താക്കന്മാര് നമുക്കിപ്പോ മൊബൈലിൽ ഗെയിം കളിച്ചാൽ പറ്റുമോ? അല്ലെങ്കിൽ ചക്കന്മാർക്ക് പോയിക്കാൻ പറ്റൂല. ഇനിയിപ്പോ നമുക്കിത് കൊണ്ടേ കൊടുക്കാം. അത് ചെറിയ. അപ്പൊ അതാണ് പറയുന്നത്, ഭാര്യമാർക്ക് ഇതിൽ പറ്റിക്കഴിഞ്ഞാല് ഭർത്താക്കന്മാർ കുടുങ്ങും പോകും. ചില ഭർത്താക്കന്മാരുണ്ടാവും, എല്ലാവരും കുറ്റം പറയില്ല. ചില ആൾക്കാർക്ക് കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാര്യ ഞാൻ പനിച്ചിറന്നപ്പോൾ മുന്നേ ഓടിക്കുന്നത്. അപ്പൊ പിന്നെ ജസ്റ്റ് അങ്ങനെയല്ല വെച്ചാല് കുഞ്ഞോള് മറ്റേ ആകെ പയച്ചും കൂടി അടക്കും, ആകെ കൊരയും അടകള്. എന്തിനാ വീഡിയോ ചൂട് ചായണ്ട് കുട്ടിയുടെ മേലോട് ചെന്നണ്ട ചൂട് ചായ. ഇവനാണ് പനി കൊടുക്കുന്ന ആൾ ഇവിടെ. ഓൻ മൂലക്കലായി. ഇപ്പൊ പിന്നെ ഒരു ഡോക്ടർ ഇവിടെ എത്ര സൂചി അടിച്ചെന്ന് ഇല്ലല്ലോ, സൂചി ഒന്നും അടിച്ചിട്ടില്ല. ഇവനക്ക് മറ്റേ ബേക്കില് 102 ഡിഗ്രി 103 ഡിഗ്രി പനി ചെറുതിന്. ഇവന് 103 ഡിഗ്രി എന്ന് വെച്ചാല് 103 ഡിഗ്രി പനി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ സഹിച്ചാ. പക്ഷെ ഈ കുട്ടികൾക്ക് എങ്ങനെ സഹിക്കും? പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ സൈഡായി. പിന്നെ നമ്മള് ചായ കൊണ്ടാ കുടിച്ചാൽ എങ്ങനെയുണ്ടോ? ഞാൻ ഉണ്ടാക്കിയ ചായ മധുരണ്ടോ? ഞാൻ ഉണ്ടാക്കിയാണ് ഇപ്പോ പോയി ഉണ്ടാക്കിയാൻ തരും. രാവിലെ ഉണ്ടാക്കി ചൂടാക്കിയാണ് വേറെ കാര്യം. പിന്നെ എന്നാലിപ്പോ ഞാൻ ചൂടാക്കിയില്ലേ? ഞാൻ ചൂടാക്കിയില്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ ചൂടാക്കിയല്ലേ കുഞ്ഞോ? ഞാൻ ചൂടാക്കി ഞാൻ കൊടുത്തു. ചായ വേണമെന്നോ? അത് ചായ ഉണ്ടല്ലോ കൊടുത്തത്. ഓള് ചായ വേണം. നമുക്ക് ചായ വേണോ? നമുക്ക് ചായ ഇല്ല. ഒരു ക്ലാസ് ചായ ഉണ്ട് ആൾക്കും ഉണ്ടായത്. അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ പറഞ്ഞു വരുന്ന വെച്ചാല് ഇനിയിപ്പോ അത് ഞാൻ ഉണ്ടാക്കണോ ഓളെ? എന്താ എനിക്ക് പനിയാണല്ലോ ഓൾറെഡി, ഓൾക്ക് പനിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. സപ്പോസ് ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോ ഞാൻ ഉണ്ടാക്കണം അല്ലേ? കൂട്ടാൻ ഉണ്ടാക്കാനൊന്നും അറിയില്ല. നമ്മൾ ശ്രമിച്ചു നോക്കാം. മുട്ട ഓംപ്ലേറ്റ് കഴിച്ചാൽ മതി. മുട്ട കൊടുത്തോണ്ട് മതിയല്ലേ? ഉണ്ടായില്ലേ? ചെയ്തു. അപ്പൊ നമ്മളെ ടി വി വീട് നമ്മുടെ ഞാനൊരു കാലത്ത് എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോയ ഒരാളാണ്. ഒരു പേരല്ല, ഇടക്കരങ്ങാടി റോഡ് സൈഡിൽ കിടക്കുക, ഒരുപാട് അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ട് ഞാൻ. ഇന്നിപ്പോ ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത് നയിച്ചിട്ട് തന്നെയാണ്. അല്ല യൂട്യൂബ് വരുമാനമുണ്ടോ ഇൻസ്റ്റാ വരുമാനമോ ഒന്നല്ല. ഞാൻ നല്ലോണം നയിച്ചിട്ട് നല്ലോണം പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ഈ ലെവലിൽ നിൽക്കുന്നത്. പിന്നെ എന്തായാലും കുറച്ച് പോയിട്ടുണ്ടാവും. ചിലപ്പോ നമ്മളെ ആൾക്കാരറിയാം. ഇപ്പൊ ഞാൻ കൂട്ടുകാരുടെ ഫോൺ നോക്കി, എന്റെ കൂട്ടുകാരുടെ ഫോൺ നോക്കിയപ്പോ കൂട്ടുകാരൻ എന്താ പറഞ്ഞോ? കൂട്ടുകാരൻ ഇത് നോക്കി ജസ്റ്റ് ഞാൻ യൂട്യൂബ് തരും, എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇല്ല, ഞാൻ നിർബന്ധിച്ചിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞില്ല. എന്ന് വെച്ചാല് അങ്ങനെ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യേണ്ട സംഭവമല്ല നമ്മുടെ യൂട്യൂബിൽ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ സബ്സ്ക്രൈബർ ആവും. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ പിന്നെ ഇടുമ്പോൾ പിന്നെ ഒരു കാണാൻ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ കാണാനുണ്ടാവും. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ അടുക്കളയിലേക്ക് പോവാ. അപ്പൊ ഗൈസ്, അടുക്കളയില് ഇന്ന് നമ്മള് ഇവിടെ എന്താ ഉണ്ടാക്കണോ ചെറിച്ചറിയില്ല. മുട്ട ഓമ്പേൽ അടിച്ച് നമ്മൾ ഇതിനൊക്കെ ചെയ്യണം. അതിന് ഒരുപാട് പരിപാടികളുണ്ട്. ഇവിടെ ഒരുപാട് പാത്രങ്ങൾ മോറാണ്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇപ്പൊ കിടക്കണല്ലോ. വാ, ബാക്കി കാര്യങ്ങള് നമുക്ക് പറഞ്ഞു വരുന്നത് ഇതൊരു കാലത്ത് നമുക്ക് കിട്ടിയതാണ്. നിങ്ങള് എന്താ വായിച്ചാ? വായിച്ച് ഓരോ വായിച്ചട്ടെ. എടുത്തുകൊണ്ടോ എന്താ വായിക്കാം? എന്താണ് ST Bank കിട്ടിയാണ്. ഓല നമ്മള് എന്താ വെച്ചാല് പ്രളയത്തില് നമുക്ക് കിട്ടിയൊരു സമ്മാനമാണ്. പ്രളയത്തില് നമ്മൾ ഒരുപാട് സഹായിക്കലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ സഹായിച്ചതാണ്.
അപ്പൊ ഇവരാണ് തിന്ന് നടക്കുന്നത്. ഇവരാണ് നമ്മളെ സർജറി കഴിഞ്ഞ കുട്ടി അല്ലേ അല്ലേ? സങ്കടം സങ്കടം ഉണ്ടോ? കുട്ടിക്ക് സങ്കടം. നമ്മുടെ സുന്ദരനെ ഇവ ഭയങ്കര ശക്തിമാനാണ്. ശക്തി ഇവര് ഭയങ്കര ശക്തിയാണ്. അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാണ്. നമുക്ക് കൂട്ടാണ്ടാക്കി കിടക്കണം. അതൊന്നും എടുക്കാൻ സമയമല്ലോ. അത് വെജ തൊണ്ടവേന എനിക്കും ഉണ്ട്. വരക്കുന്നുണ്ടോ? അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ. സിനിമയിലെ ഈ സംഭവം നല്ല ഒരു മെനകെട്ട പരിപാടിയിലുണ്ട്. തമാശയല്ല. ഈ ഉള്ളിയൊക്കെ കണ്ണിന്ന് വെള്ളം വരിക. തമാശ ചെറുള്ളി ഇത് കറിയാൻ കുഴപ്പമൊന്നുമില്ല. ഈ സാധനം കണ്ണിങ്ങനെ ആവുകയാണ്. നമ്മള് എന്താ പറയുക വൈഫിനെ കഴിയാത്തതുകൊണ്ട് തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തക്കാളിക്ക് ഇവിടെ നമ്മൾ അഞ്ചിട്ടുള്ളത് തക്കാളി കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ചെറുതായിട്ട് പണ്ടെങ്ങനെ ഉണ്ടാക്കിയ ഒരു പരിചയം ഉണ്ട്. ഉണ്ടാക്കി വെക്കാൻ സംഭവം റിസ്ക് ആണ്. ഭയങ്കര റിസ്ക് ആണ്. ഈ അടുക്കള പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇതിനൊക്കെ ആകുന്നുണ്ട് പരിപാടിക്ക്. പക്ഷെ ഇപ്പൊ ഒന്ന് മനസ്സിലായി ഇത് തക്കാളി തണിപ്പ തക്കാളി കുറിച്ചാകുന്നൊരു ഉറപ്പില്ല. എന്ത് കണ്ണേരി നോക്കിയാ മൊബൈൽ എടുത്തുകൊണ്ടോ മൊബൈൽ എടുത്തുകൊണ്ടോ എന്നോട് കണ്ണോക്കിയാ കണ്ണേരിയാണെങ്കിൽ ഈ സാധനം ഇത് ഈ തക്കാളി കൂട്ടാൻ രസം കിട്ടുന്ന ഇതൊക്കെ വേണമെന്നാണ് കുഞ്ഞോട് പറയുന്നത്. എന്താ കുഞ്ഞോളോടെ തല ഉണ്ടോ ഓടാണ് മൊബൈൽ കടിച്ചു കുത്തില്ല പഞ്ച് കണ്ട്. അപ്പൊ നമ്മൾ ഗ്യാസ് ഗ്യാസ് അടുപ്പ് കത്തിച്ചു. ഗുഡ് വർക്ക്. കുറച്ച് വൈകിട്ട് വയ്ക്കുക. കുറച്ച് പാട് വയ്ക്കുക. എന്താ ചൂടായി വരുമ്പോ അപ്പൊ നമ്മള് ഇവിടെ സംഭവങ്ങളുണ്ടോ? ഇവിടെ ഉള്ളി വഴറ്റിക്കുമ്പോ ഉള്ളിയും അതായത് വെളുത്തുള്ളിമാടെ വഴറ്റി കടുക് ഇട്ടു. ഇനി തക്കാളി ഇതിക്ക് നമ്മൾക്ക് ഒന്നുമില്ല പരിചയം ഉണ്ടോ? തക്കാളി കൂട്ടം കണ്ടിട്ടാ നമ്മളുടെ തക്കാളി കൂട്ടം. അപ്പൊ എന്താ ഇത് പറയാനുള്ളത്, ഇതൊരു പാടാണ്. പാടം ഒന്ന് ബിലാപരുണ്ട്. എന്നിട്ട് നമ്മൾ നീച്ചെടുക്കുമ്പോ നമ്മൾ നീച്ചെടുക്കുമ്പോ നമ്മൾ പെണ്ണുങ്ങൾ നമ്മൾ മാറ്റിരിക്കും. ചോരന്റെ വെള്ളം തന്നെ ഇങ്ങനെ തിന്നൂലേ? അപ്പൊ ഇതൊക്കെ പാടാണ്. നമ്മൾ പെണ്ണുങ്ങൾ പഞ്ച് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ അടുക്കളയിൽ കറണ്ടി വരും. ഈ പാത്രങ്ങളൊക്കെ മോലേക്കേണ്ടി വരും. ഇതൊക്കെ ഇതൊക്കെ പാഠം ഒന്നാണ്. മനസ്സിലായോ? ശരിയാവും 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 എന്താ ശരി ശരി.